ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് പുള്ളിയുടെ പുതിയ സിനിമ അത് അശ്വന്ത് കോക്ക് തകർക്കാനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ട് കുറേ കാര്യങ്ങൾ അശ്വന്ത് കോക്ക് 1,00,000 രൂപ ഇവരുടെ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി എല്ലാവരും പിരിഞ്ഞു പോയി. രാത്രി ഒരു 2 മണി ആയപ്പോഴത്തേക്ക് ഒരു അണ്ണൻ്റെ ഒരു എൻട്രി. നമ്മുടെ അണ്ണൻ കോക്കാജി 2 എണ്ണം വിട്ട് ആഴ്ച കിൻഡായിട്ട് ഒരു വീഡിയോ, എന്റെ പൊന്നെ, വലിച്ചു കീറി ഒട്ടിച്ച്. മാധവ് സുരേഷ്, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ? അതുപോലെ താടി വെച്ച പ്രൊഡ്യൂസർ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അയ്യോ, സത്യം പറഞ്ഞ സീരിയസ് മാറ്റർ ആണെങ്കിൽ ചിരിച്ചിരിച്ച് എന്റെ ഊപ്പാട് വന്ന വീഡിയോ കണ്ടിട്ട് അണ്ണൻ എന്നെ തമ്പിയായിട്ട് അന്യനായിട്ടൊക്കെ നിറഞ്ഞാടുകയായിരുന്നു. ഇത്രയും എന്റർടൈൻമെന്റ് ഉള്ള ഒരു കോക്കണ്ണന്റെ വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, ഇത്രയും റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് പൊളി സാധനമായിരുന്നു, കിടിലൻ ഐറ്റം. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഈ സബ്ജക്റ്റിനെ തൊടുക. എന്താ കാര്യം ആദ്യം ഒന്ന് പറയാം. അപ്പൊ മാധവ് സുരേഷ് ഇദ്ദേഹത്തിന്റെ 2ാമത്തെ സിനിമ. ആദ്യത്തെ സിനിമ അറിയാലോ, ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ആ സിനിമ അത് കഴിഞ്ഞതിന് ശേഷമുള്ള 2ാമത്തെ ഗുണ്ട സിനിമ. ഇതിനകത്ത് അണ്ണൻ വലിയ ഗുണ്ടയാണ് കേട്ടോ, വലിയ ഗുണ്ടായിട്ട് അഭിനയിച്ചിരിക്കുന്ന പടമാണ്. പടത്തിന്റെ പേര് അംഗം അട്ടഹാസം. സൂപ്പർ പേരൊക്കെയാണ്. പക്ഷെ സിനിമ കണ്ടവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് അട്ടഹസിക്കുമായിരുന്നു. ഒരൊറ്റ കുഞ്ഞു പോലും ഈ പടത്തെ പറ്റി നല്ലൊരു വാക്ക് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. ഉള്ള കാര്യം പറയാലോ. അപ്പം ഇതിന്റെ പ്രൊഡ്യൂസർ ആൻഡ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നടൻ ഇവരുടെയൊക്കെ ആയിരുന്നു പ്രസ് മീറ്റ്. പ്രൊഡ്യൂസർ പറയുന്ന 200-ലധികം ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. 2 പേരെ കൊണ്ട് എന്തായാലും പരിപാടി നടക്കത്തില്ലല്ലോ, 200 പേരൊക്കെ വേണ്ടി വരും. പിന്നെ 4.5 കോടി രൂപ മുടക്കി. 4.5 കോടി രൂപ മുടക്കം നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ, സിനിമയില്ലയോ, വേണ്ടി വരും. പിന്നീട് പറയുന്ന കുറച്ചധികം യൂട്യൂബേഴ്സ്, ഉണ്ണി വ്ളോഗിന്റെയും അതുപോലെ തന്നെ അശ്വന്ത് കോക്കിന്റെയും പേരാണ് എടുത്തു പറയുന്നത്. ഇവര് പൈസ മേടിച്ച് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് തങ്ങളുടെ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു. ക്ലൈമാക്സിൽ വരുന്ന സർപ്രൈസ് ക്യാരക്ടേഴ്സിന്റെ റിവ്യൂല് വരെ ഇവരുടെ റിവ്യൂവിനകത്തൂടെ പുറത്തു വിട്ടു. അങ്ങനെ സിനിമയെ തകർത്തു എന്നാണ് ഇവരുടെ വാദം. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയ അലിഗേഷൻ, ഈ സിനിമയുടെ പോസിറ്റീവ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് അശ്വന്ത് കോക്ക് 1,00,000 രൂപ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ അലിഗേഷൻ. ഇത് കണ്ടിട്ടാണ് അണ്ണന് മനംനൊന്ത് അണ്ണൻ പാതിരാത്രിയിൽ അണ്ണൻ വീഡിയോ ആയിട്ട് വന്നത്. കോക്കാച്ചി, ആദ്യം നമുക്ക് ഇവരുടെ ഈ പ്രസ് മീറ്റ് ഒന്ന് കാണാം. അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കണമല്ലോ. ഇദ്ദേഹമാണ് ഗൈസ് സിനിമയുടെ കോ റൈറ്ററും പ്രൊഡ്യൂസറുമായിട്ടുള്ള അനിൽകുമാർ. അനിൽകുമാർ അണ്ണന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. 150 രൂപ കൊടുത്താൽ നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. അപ്പോ അത്തരത്തില് നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്നത് അശ്വന്ത് കോക്ക്, 2 ഉണ്ണി വ്ളോഗ്. പിന്നെ ഈ അശ്വന്ത് കോക്ക് എന്താണ് എനിക്കുണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത്, നഷ്ടം ചെറുതല്ല. പുള്ളിയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ലക്ഷം. 2.5 ലക്ഷം എന്ന് പറയുമ്പം ഇപ്പോ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മിനിമം 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 25 ലാക്സ് ആൾക്കാരിൽ ഇത് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ 25 ലാക്സിൽ മിനിമം 10 ലക്ഷം പേര് ചിലപ്പോൾ മൂവി കാണുന്നവരായിരിക്കും. ഓക്കെ, ഇപ്പം 10 ലക്ഷം പേര് മൂവി കാണുന്നവരിൽ പിൻവലിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്താണ് നേട്ടം എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1,00,000 രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1,00,000 രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1,00,000 രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എന്റെ പൊന്നണ്ണ, അണ്ണൻ എന്നാ എന്നെ മണ്ടത്തരമാണ് അണ്ണ കാണിച്ചത്. എന്നാ പിന്നെ അണ്ണൻ 1,00,000 രൂപ കൊടുത്താൽ പോരായിരുന്ന? 4.5 കോടി രൂപ ഇറക്കി ഈ മാധവ് സുരേഷിനെ വെച്ച് അണ്ണന് പടം എടുക്കാമെങ്കിൽ ആ 1,00,000 രൂപ കൊടുത്ത അശ്വന്ത് കോക്കിനെ കൊണ്ടങ്ങ് പോസിറ്റീവ് പറയിപ്പിച്ചാൽ പോരായിരുന്നോ? അണ്ണൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാം തിരിഞ്ഞേനെ. ഇപ്പൊ 2.5 ലക്ഷം പേര് കാണുന്നു, അതിനകത്ത് 10 പേരെടുത്ത് പറയുന്നു, അത് 2.5 ലക്ഷം 25 ലക്ഷമായി മാറുന്നു. 25 ലക്ഷം പേരിൽ നല്ല സിനിമയാണെന്ന് പുറത്തുവിട്ട് വരുമ്പോഴത്തേക്ക് 10 ലക്ഷം പേര് അണ്ണന്റെ സിനിമ കാണാൻ വരുന്നു. 10 ലക്ഷം ഇൻറ്റു 150 ആകുമ്പോഴത്തേക്ക് എത്ര കോടി രൂപയാണ് അവിടെ അറിയുന്നത്? ആ 1,00,000 രൂപ കൊടുത്തത് ഇത്ര ആവശ്യം ഉണ്ടായിരുന്ന? എന്താണെങ്കിലും മാർക്കറ്റിങ്ങിന് വേണ്ടിട്ട് പൈസ ചെലവാക്കുന്നില്ല. അപ്പൊ പിന്നെ 1,00,000 രൂപ കൊടുക്കാനേ എന്താണ്? അണ്ണൻ ഇത്ര പൊട്ടനായിരുന്നു അണ്ണ? വന്നിരുന്നങ്ങ് പറയുന്നില്ല ഞാനൊന്നും. സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന് ഞാൻ സൈബറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞത് ഇതിലൊരു ശരിയാവണ്ണം അവർക്ക് കേസെടുക്കാനുള്ളൊരു റൈറ്റ് അതിലില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ശരിയാണ്, ഇതിൽ എനിക്ക് സിവിൽ ലയബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം എനിക്കാണ് ഉണ്ടായത്. അപ്പോ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് CM പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. സിവിൽ കേസ് തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. കോർട്ട് ഫീസ് അടച്ചും കൊണ്ട് സിവിൽ കേസ് തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. കാരണം ഇനി ഒരാളിനും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാര്യം ഇപ്പോ 4.5 കോടി രൂപ മുടക്കിയതിന് ശേഷം എനിക്ക് ഈ കോർട്ട് ഫീസ് കൂടെ അടച്ച് ഈ സിനിമ വൈൻഡപ്പ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം. ഓക്കെ, ഇപ്പം
അണ്ണൻ വെറുതെ വന്നിരുന്ന് ഇങ്ങനെ തള്ളല്ലേ. അശ്വന്ത് ഗോക്കിന്റെ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കുറഞ്ഞ കൂതറപ്പടത്തിന് പോലും ഒരു 2.5 ലക്ഷം അണ്ണൻ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പ് കിട്ടും. ഈ 2.5 ലക്ഷം വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു യൂട്യൂബറിന്റെ അടുത്തോട്ട് അണ്ണൻ 1 ലക്ഷം കുണുവായും കൂട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അശ്വന്ത് ഗോക്ക് തുണി മുക്കി കാണിക്കും. ഇന്നാടാ നിന്റെ 1 ലക്ഷം രൂപ ആ കിടക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കും. അണ്ണൻ ഇങ്ങനെ യൂട്യൂബേഴ്സിനെ തരം താഴ്ത്തി കാണിക്കാണ്, അങ്ങനെ കുറച്ച് കാണാതണ്ണ. ഇവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന വിഭാഗമാണ് യൂട്യൂബേഴ്സ്. അത് പലർക്കും അറിയത്തില്ല. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അണ്ണന്റെ ജന്മത്തെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഒരു മാസം ഗൂഗിള് കൊടുക്കുന്നുണ്ട്, ഗൂഗിള് തരുന്നുണ്ട്. അപ്പൊ 1 ലക്ഷം രൂപയും കൊണ്ട് അക്കൗണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ തരം താഴ്ത്തുന്നതിന് തുല്യമാണത്. ഒരു 10 ലക്ഷം രൂപയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് 1 ലക്ഷം രൂപയുടെ കോക്കിൽ സഹിക്കോ? ചുമ്മാ അല്ല അങ്ങനെ രാത്രി തെറിയും വിളിച്ചോണ്ടൊന്ന് വീഡിയോ ഇട്ടത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 4.5 കോടി രൂപ മുടക്കി ഒരു പൊട്ടപ്പടം എടുത്തു. അത് ആരെ വെച്ചാ? അഭിനയം പോലും അറിയാത്ത മാധവ് സുരേഷിനെ വെച്ചിട്ട്. അത് നമ്മൾ പറഞ്ഞാൽ അഭിനയം അറിയത്തില്ലെന്ന് പുള്ളി തന്നെ വന്ന് പറഞ്ഞതാണ്, ഞാൻ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന്. അത് പൊട്ടി മുടക്കുമുതലിന്റെ 10% പോലും തിരിച്ചു കിട്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ ഫ്രസ്ട്രേഷനാണ് അങ്ങനെ ഈ കാണിക്കുന്നത്. അത് ആരുടെയെങ്കിലും തലമണ്ടയ്ക്ക് ഇടണമില്ല. അതാണ് അങ്ങനെ പൊട്ടിയതിന്റെ കാരണം. അതിന്റെ ചുമതല കോക്കിന്റെ തലയിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു വിവാദം സൃഷ്ടിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കി പടത്തിനൊരു അഡ്വർടൈസ്മെന്റും ആക്കി പടം റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണിത്. അടവാണ്. അതിനുവേണ്ടി നമ്മുടെ പാവം കോക്കണ്ണനെ ബലിയാടാക്കി ഗൈസ്. പാവം. അത് 1 ലക്ഷം കുണുവായിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവര് എനിക്ക് ഇത്ര കിട്ടിയില്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയും എന്ന് പറയുന്നത് അത് എന്തിനാണ് ഇവർ ഇങ്ങനെ പറയുന്നത്? അത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ആള് വഴിയാണ് പേയ്മെന്റ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒരു തെളിവ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. തെളിവില്ല. നമുക്ക് തെളിവ് കൊടുക്കാൻ പറ്റും. എനിക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കിയതിന് തെളിവ് കൊടുക്കാൻ പറ്റും. അങ്ങനെ പൊട്ടിയ പടത്തിന് എല്ലാവർക്കും അങ്ങനെ തെളിവ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ വന്ന് പറഞ്ഞാൽ മതി, ലാഭം പറഞ്ഞിട്ടാണ് എന്റെ പടം പൊട്ടിയത്. പക്ഷെ എനിക്ക് തെളിവ് കൊടുക്കാൻ പറ്റും. ഫിനാൻഷ്യൽ ലോസ് അത് പ്രത്യേകിച്ച് ഇങ്ങനെ തെളിവ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാഭന്റെ പടം ആണെന്ന് അറിയുമ്പോഴേ ആൾക്കാർ കേറൂല. അത് ആ നടന്റെ പേര് തന്നെ അധികം, അതിന് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതെല്ലാം ഓക്കെ. അപ്പം അത് ഞാനിവിടെ പറയുകയാണ്. എന്റെ മൂവി ഞാൻ റിലീസ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട്, അതായത് ഇതിന്റെ ക്യാരക്ടർ ഒക്കെ റിവീൽ ചെയ്തല്ലോ. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ട് നമ്മളിത് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 8-ാം തീയതി റിലീസ് ചെയ്ത മൂവി 13-ാം തീയതി നമ്മള് തിരിച്ച് നമ്മള് പിന്നെ ഷോ നിർത്തി നമ്മള് ഒരു തിയേറ്ററിലും പിന്നെ ഓടിക്കണ്ട എന്ന് തീരുമാനം എടുക്കുകയാണ്. അപ്പൊ പറഞ്ഞത് മനസ്സിലായോ ഗൈസ്? സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. അത് റിലീസ് ചെയ്യേണ്ട കാര്യം എന്താണ്? സിനിമയുടെ കഥ പുറത്തുപോയി. സിനിമയുടെ കഥ പുറത്തു പോയതിന്റെ പേര് റിലീസ് ചെയ്യാണ്. ഇത് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? സിനിമയുടെ കഥ പുറത്തു പോയതിന്റെ പേരിൽ പിന്നീട് ആ സിനിമ അതിന്റെ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്ത് കഥ മാറ്റി എന്നിട്ട് അത് പിന്നെയും പ്രേക്ഷകരിലോട്ട് എത്തിക്കുകയാണ്. അത് എവിടെയെങ്കിലും നടക്കുന്നത്? അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇമാതിരി പരിപാടി? അപ്പം പടം പൊട്ടിയതിന്റെ ഉത്തരവാദിത്വവും ക്ലൈമാക്സ് മാറ്റിയതിന്റെ ഉത്തരവാദിത്വം എല്ലാം കോക്കിന്റെ തലയിൽ. അതിന്റെ ക്ലൈമാക്സ് പൊട്ട ക്ലൈമാക്സ് ആണെന്ന് ആളുകൾ കൂവിക്കാണും. ഇവർക്ക് തന്നെ തോന്നിക്കാണും അതിന്റെ ക്ലൈമാക്സ് വെറും കൂതറ ക്ലൈമാക്സ് ആണെന്ന്. അതുകൊണ്ടായിരിക്കും പിന്നെയും ക്ലൈമാക്സ് മാറ്റിയിട്ട് റിലീസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പല സിനിമയിലും അതിന്റെ ക്ലൈമാക്സ് കൂറായതിന്റെ പേരിൽ പടം പൊട്ടുന്ന ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ റീഷൂട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ലോലിപ്പപ്പ് എന്ന് പറയുന്ന ഒരു പൃഥ്വിരാജിന്റെ പടം, പിന്നെ വേറെ ഏതാണ് റീസെന്റ് ആയിട്ട് ഏതൊക്കെയോ പടം ഉണ്ട് ഇതുപോലെ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രസ് മീറ്റിൽ മാധവ് സുരേഷ് പറയുന്നുണ്ട്, ഈ ചേട്ടൻ 4.5 കൊല്ലമായിട്ട് എഴുതിയ കഥയാണെന്ന്. ഈ 4.5 കൊല്ലമായിട്ട് എഴുതിയ കഥയിൽ അണ്ണൻ വിശ്വാസം ഇല്ലയോ അണ്ണ? ഈ നല്ല ക്ലൈമാക്സ് ആണെങ്കിൽ വീണ്ടും ചിത്രീകരിക്കേണ്ട ആവശ്യം എന്താണ്? ഈ സിനിമയുടെ കഥ എത്ര പേർക്ക് അറിയാം? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഈ സിനിമയുടെ കഥ? ഈ ഒരു മനുഷ്യനും അറിയത്തില്ല. അത്രയും കിട്ടുന്ന ക്ലൈമാക്സാ. ഇവിടെ ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് വരെ ലീക്ക് ആവുന്നു. അപ്പോഴാണ് ഇത് എന്നുവെച്ചാൽ അമ്മാതിരി എനിക്ക് ഞെട്ടിക്കുന്ന ടിസ്റ്റ് വല്ലതും ആയിരിക്കും ഗൈസ്. റീഷൂട്ട് ചെയ്യുന്ന അത്രയും ക്ലൈമാക്സ് ലീക്കായ പടം പൊട്ടുന്ന അവസ്ഥയിലോട്ട് പോയ പടമൊക്കെയാന്ന് പറയുമ്പോഴത്തേക്ക് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ടിസ്റ്റ് ആയിരിക്കും. ദൃശ്യം ഫസ്റ്റിനെ വെല്ലും. സംഭവം ഒന്നുമല്ല, ഐറ്റം ഫ്ലോപ്പ് ആണ്. അത് അവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് റീഷൂട്ട് ചെയ്യും. അത് ആരുടെയെങ്കിലും തലയിലെടുത്ത് ഇടണമല്ല. അതാണ് ഇപ്പൊ കണ്ടത്. ഈ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് മറുനാടൻ മലയാളിയുമായിട്ട് നമ്മുടെ മാധവ് സുരേഷിന്റെ ഒരു പോഡ്കാസ്റ്റ്, അതിനകത്ത് മാധവ് സുരേഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊന്ന് വെക്കാം. സ്ക്രിപ്റ്റിൽ തന്നെ ഈ മാറ്റം ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്ന സ്ക്രിപ്റ്റും നമ്മൾ ഷൂട്ടിങ്ങിന് അഗ്രി ചെയ്ത സ്ക്രിപ്റ്റും 2 കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്സ്. അതെങ്ങനെ അതിന്റെ ഒരു മാനദണ്ഡം? ആദ്യം പുള്ളിയെ വന്ന് വായിച്ച് കേൾപ്പിച്ച സ്ക്രിപ്റ്റും അവസാനം എത്തിയ സ്ക്രിപ്റ്റും കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. 4.5 കൊല്ലമായിട്ട് അണ്ണൻ കഥ എഴുതിക്കൊണ്ട് വന്ന് ഇവന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവന്റെ വാക്ക് കേട്ടിട്ട് ആ കഥ മാറ്റി. അതിനകത്ത് തന്നെ മനസ്സിലാക്കി കൂടെ ഇവർക്ക് ഈ കഥയ്ക്കകത്തൊരു കോൺഫിഡൻസ് ഇല്ലെന്ന്. അവർക്ക് പോലും അറിയില്ല, ഉറപ്പില്ല ഇത് വിജയിക്കുമെന്ന്. അത്രയും കോൺഫിഡൻസ് ഉള്ള സ്ക്രിപ്റ്റ് ആണ്, ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? അത് എൻറ്റയർലി മാറ്റിയെന്ന്. ഇതിപ്പോ 8-ൽ നിന്ന് പുറപ്പെടുകയും ചെയ്ത് 9-ലോട്ട് എത്തിയില്ലെന്ന് പറയുന്ന അവസ്ഥയായി പോയി. അത് ആര് പറഞ്ഞിട്ടാണ് മാറ്റുന്നത്? മാധവ് സുരേഷ് പറഞ്ഞിട്ട് മാറ്റുന്നത്. സിനിമയെ പറ്റി ഒരു മണ്ണാങ്കട്ടയും
പുള്ളിക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമ ചെയ്ത എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പുള്ളി തന്നെ എപ്പോഴും പറയുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പടം ഇറക്കി പൊട്ടിച്ചിട്ടിരുന്ന് മെഴുകുന്നു. നാണമുണ്ടോ? ലേശം ഉളുപ്പുണ്ടോ? ഇത്രയും നേരം നിങ്ങൾ കേട്ടത് പടത്തിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞതാണ്. ഇനി നടൻ മാധവ് സുരേഷിന് എന്താ പറയാനുള്ളത് കേൾക്കാം. മാധവ് സുരേഷിന്റെ വെർഷൻ വേറെയാണ്. അതിനകത്ത് പൊളിറ്റിക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, അതൊന്ന് കേൾക്കണേ. എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ഹെയ്റ്റ്? അതായത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നൊന്നും ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ അയ്യോ പറയേണ്ട ആവശ്യമില്ല, അത് നമുക്കറിയാവുന്ന കാര്യമില്ലേ, പിന്നെ വെറുതെ പറയേണ്ട ആവശ്യമുണ്ടോ അല്ലേ? മേഖലയിൽ ഒന്ന് പഠിച്ച് എന്റെ പണി ചെയ്ത് പോകാൻ നോക്കുന്ന ഒരാളാണ്. എന്റെ സിനിമയെ പോലും പല പല രീതിയില് സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളത്. മോനെടാ, നീ സിനിമയ്ക്കകത്ത് കണ്ടോണ്ടിരിക്കുന്ന ആളുകളുടെ സെൻസിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന ആളുകൾ തിരിച്ച് നിന്റെയൊക്കെ സെൻസിനെ ചോദ്യം ചെയ്യത്തില്ലയോ? അങ്ങനെ കരുതിയാൽ മതിയടാ മോനെ. വരുന്നതാണ് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ പേഴ്സണലായിട്ടോ ഒക്കെ ആയിരിക്കും. അത് എന്നെ പറയുമ്പോഴത്തേക്കും എന്റെ ജോലിയെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്. ഇതേപോലെ സ്വന്തം കാശ് മുടക്കി ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിനെയും അദ്ദേഹം വേറെ ആളെ പറ്റി പറയാനാണെങ്കിൽ ഇതിന്റെ ഡയറക്ടർ ഓൾമോസ്റ്റ് 3-4 years ഓഫ് ഹിസ് ലൈഫ് ഈ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്നിട്ട് അത് നീ മാറ്റി എഴുതിച്ചില്ലേ? എടാ 3-4 years ആയിട്ട് കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് അത് അത്രയും കഷ്ടപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. സിനിമ ഇറങ്ങിയ അതിന്റെ അടുത്ത ദിവസം തന്നെ കാണാത്ത ഒരു റിവ്യൂ ഇടുന്നു. ഇൻ എവറി വേ അവരോടത് ഫെയർ ആണ്. ഇതിൽ കൂടുതൽ സത്യം പറഞ്ഞ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. യവന്റെ ലൈൻ വേറെയാണ്, പ്രൊഡ്യൂസറിന്റെ ലൈൻ മറ്റേ അശ്വന്ത് കോക്കിന്റെ തലയിലോട്ടായിരുന്നെങ്കിൽ ഇത് പൊളിറ്റിക്സ് പിടിക്കാനുള്ള പരിപാടിയാണ്. പൊളിറ്റിക്കലി, അതായത് എന്നെ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് എന്റെ അച്ഛൻ ഇപ്പൊ ഒരു മിനിസ്റ്റർ ആയിരിക്കുന്ന അതേ പാർട്ടിയായിട്ട് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ഇഷ്ടം കൂടുതലില്ല. എനിക്ക് നല്ല വ്യക്തികൾ ഏത് പാർട്ടിയിൽ വന്നാലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഏത് പാർട്ടിയാണെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ സംസ്ഥാനം എന്റെ രാജ്യമാണ്. എനിക്കപ്പോ വേറെ പൊളിറ്റിക്കലി നോക്കേണ്ട ആവശ്യമില്ല ഏത് പാർട്ടിയാണ് വരുന്നതെന്ന്. മേ ബി ഇന്റേണൽ പൊളിറ്റിക്സ് ദേ മൈറ്റ് ഹാവ് റീസൺസ്. പാർട്ടി വന്നാലേ നല്ലതാവും എന്നൊക്കെ പറയാൻ അവർക്ക് പല കാരണങ്ങളും കാണും. ഞാനൊരു സാധാരണ പൗരന്, എനിക്ക് എന്റെ നാട് നന്നായാൽ മതി, ഇത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ള എനിക്കെതിരെ വരെ പൊളിറ്റിക്കലി ഇങ്ങനെ വരുമ്പോഴത്തേക്കും അഗൈൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അച്ഛനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാവാം, പക്ഷെ അതിപ്പോ എന്റെ കരിയറിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കിത് ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ് നിങ്ങളോടും പ്രേക്ഷകനോടും. എന്താണ് ഇതിൽ എനിക്കൊരു പോംവഴി എന്ന് ചോദിച്ച് ഞാൻ ഓണസ്റ്റായിട്ട് എന്റെ ഒരു ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചോ നോക്കുന്ന ഒരാളാണ്. സോ കൊള്ളാം മോനെ, നന്നായിട്ടുണ്ട്. നിന്റെ അച്ഛനോടുള്ള വിരോധം മലയാളി പ്രേക്ഷകർ കാണിക്കുകയാണെങ്കിൽ നിന്റെ അച്ഛൻ്റെ ഒരു പടം പോലും ഇവിടെ ഓടൂല. അതാദ്യം നീ മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയല്ല, നിന്റെ അച്ഛൻ ഈ പൊളിറ്റിക്സിനകത്തോട് ഇറങ്ങിയതിന് ശേഷം മലയാള സിനിമയിൽ നിന്ന് വലിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അങ്ങനെ 2 കൈയും നീട്ടി സ്വീകരിച്ചവരാണ് മലയാളികൾ. അങ്ങനെയുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് നോക്കാതെ സ്വീകരിച്ചവരാണ് മലയാളികൾ. വരനെ ആവശ്യമുണ്ട്, പാപ്പൻ, ഗരുഡൻ ഈ സിനിമയ്ക്ക് അത്യാവശ്യം ഹിറ്റായിരുന്നു. പാപ്പൻ സൂപ്പർ ഹിറ്റായിരുന്നു. നീ പറയുന്നതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ഈ പടങ്ങളൊന്നും ഇവിടെ ഓടൂല, വിജയിക്കില്ല. മോനെ മാധവേ, എടാ ഇതിനേക്കാളും ഹേറ്റ് ഒരു കാലത്ത്, നിന്നേക്കാളും ഹേറ്റ്. ഇപ്പൊ നിനക്കൊന്നും ഒരു ഹേറ്റ് അല്ലത്, അത് മനസ്സിലാക്കാതെയും. ഇതിനേക്കാളും ഹേറ്റ് ഒരു കാലത്ത് പൃഥ്വിരാജിനുണ്ടായിരുന്നു. ഹേറ്റിന്റെ പീക്ക് നിൽക്കുന്ന സമയത്താണ് മെമ്മറീസ് എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് ജിത്തു ജോസഫിന്റെ പൃഥ്വിരാജ് വരുന്നത്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ വെറുക്കുന്ന ആളുകൾ ആ സിനിമ ബഹിഷ്കരിച്ചിരുന്നെങ്കിൽ ഇന്ന് പൃഥ്വിരാജ് ഇല്ല. കാര്യം അത്രയും നല്ലൊരു പടം ഇറങ്ങിയിട്ടും ആ നടനോടുള്ള വെറുപ്പ് കാരണം സിനിമയ്ക്ക് ആളുകൾ കയറാതിരിക്കുകയാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. അത് ആ നടന്റെ ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ നടനെ മനഃപൂർവ്വം ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അങ്ങനല്ല അവിടെ നടന്നത്. ആ സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ വോൾ കരിയർ തന്നെ മാറി. എന്തിനു കൂടുതൽ പറയണം, പീഡന കേസിൽ പ്രതിയായിട്ടിരിക്കുന്ന സമയത്ത്, ജയിലിൽ കിടക്കുന്ന സമയത്ത് ദിലീപിന്റെ മൂവി ഓടിയ നാടാണിത്. അപ്പോഴാണ് ഇവൻ ഹേറ്റിനെ പറ്റി പറഞ്ഞിട്ട് വരുന്നത്. എടുക്ക, നിന്റെ വീഡിയോയുടെ അടി വരുന്ന കമന്റ്സ് അല്ല ഹേറ്റ്, അതിപ്പോ എല്ലാവർക്കും വരും. ആളുകൾ പല വിധവാ. മോഹൻലാലിന് എന്താ ഹേറ്റ് വരുന്നില്ല, മമ്മൂട്ടിക്ക് എന്താ ഹേറ്റ് വരുന്നില്ലേ? ഇവിടെ ഏത് നടനാണ് റീലിന്റെ അടിയിൽ അല്ലെങ്കിൽ വീഡിയോസിന്റെ അടിയിൽ ഹേറ്റ് കമന്റ്സ് ഇല്ലാത്തത്? എല്ലാവർക്കും വരും. മോനെടാ, അതല്ലടാ ഹേറ്റ്. നീ നല്ലൊരു പടമായിട്ട് വാ, അപ്പൊ മനസ്സിലാകും എന്താണ് യഥാർത്ഥ മലയാളി ഓഡിയൻസ് എന്ന്. മറ്റ് ഇൻഡസ്ട്രീസിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരിക്കുന്ന സാമാന്യത്തിന്റെ വലിപ്പം നോക്കിയിട്ടല്ല ഇവിടെ മലയാള സിനിമ ഓടുന്നത്, പാരമ്പര്യം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഹാഷർ ആൻഡ് ടീം വാഴയാട്ടൊക്കെ വരുന്ന സമയത്ത് അത് ഇത്ര ഓടൂല. നല്ല സിനിമകൾ ഓൾവേസ് മലയാളികൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ഇമ്മാതിരി ചക്രക്കൊള്ളി ഐറ്റംസ് എടുത്തു വെച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് ഇരുന്ന് മെഴുകല്ലേ. ഇവൻ വേറെ രീതിയിലോട്ട് റൂട്ട് തിരിച്ചു വിടാൻ നോക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയിൽ ചാർത്തണമല്ലോ, അത് കാണിക്കുകയാണ്. സ്വന്തം കഴിവുകേട് ആദ്യം മനസ്സിലാക്കുക. എനിക്ക് മാത്രമാണ് ഇയാളെ കാണുമ്പോൾ സുരാജിന്റെ ഒരു ലുക്ക്, അതിന്റെ ഒരു ഇത് ഫീൽ ചെയ്യുന്നത്, ഒരു മാനറിസം ഫീൽ ചെയ്യുന്നത്. 1 ലക്ഷം രൂപ വാങ്ങി പോസിറ്റീവ് റിവ്യൂ പറയുമ്പോൾ 12 ലക്ഷമാണ് പുള്ളിയുടെ ലേറ്റസ്റ്റ് റിവ്യൂ. പക്ഷേ മിക്സർ റിവ്യൂ വന്ന ഒരു വലിയ പടത്തിന്
പുള്ളി 12 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. അത് ട്വിറ്റർ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാവർക്കും കൂടി 2.5 കോടി രൂപയാണ് പ്രൊഡ്യൂസറിന്. പക്ഷെ എന്നോട് ആവശ്യപ്പെട്ടത് വേറൊരാൾ മുഖാന്തരം എന്നോട് ആവശ്യപ്പെട്ടത് വലിപ്പച്ചെറുപ്പം അനുസരിച്ച് ആയിരിക്കാം. എന്നോട് ആവശ്യപ്പെട്ട എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. അതായത് അവിടെ ഇരുന്ന പുള്ളി പറഞ്ഞു കേട്ടോ, പുള്ളി എന്തോ സിനിമാ ജേർണലിസ്റ്റ് ആണ്, കോക്ക് 12 ലക്ഷമാണ് പുള്ളി ആവശ്യപ്പെടുന്നത്, അല്ലാതെ 1 ലക്ഷം അല്ല. മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 2.5 കോടി രൂപയാണ് ഇതുപോലുള്ള ഈ റിവ്യൂസിന് എല്ലാവർക്കും കൂടെ പൈസ കൊടുത്തത് എന്ന്. നോ ഐഡിയ എന്തിനാണ് എന്തോ. നെഗറ്റീവ് റിവ്യൂ ഇടത്തില്ല. 1 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടത്തില്ല. അപ്പൊ ഒരുപക്ഷെ ഞാനൊരു ചെറിയ പ്രൊഡ്യൂസറാണ് എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോ ചോദിച്ചത്. അക്കൗണ്ട് ത്രൂ ഒന്നും സ്വീകരിക്കില്ല. ഇല്ല ബൈ ത്രൂ ക്യാഷ് ചാക്ക കെട്ടിക്കൊണ്ട് കൊടുക്കുക വീട്ടില് ബൈ ക്യാഷ്. ഈ 12 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോക്കണ്ണന് ഒരു അന്തസ്സുണ്ടെന്ന് പറയാം. ഈ 1 ലക്ഷത്തിന് കണക്ക് പറഞ്ഞതാണ് കോക്കിനെ ഇത്ര ചൊടിപ്പിച്ചത്. ചുമ്മാതാണ് പുള്ളി പാതിരാത്രി തെറിയും പിടിച്ചോണ്ട് വന്ന് വീഡിയോ ഇട്ടത്. നമ്മൾ പ്രേക്ഷകന് പ്രോമിസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലറാണ്. അതിന്റെ കഥ ഇതേപോലത്തെ പല ഈ യൂട്യൂബേഴ്സും വന്ന് വിട്ടതിന് വീണ്ടും സ്വന്തം തലയിലോട്ട് ആ ചെലവ് ഏറ്റെടുത്ത് നമുക്ക് പ്രേക്ഷകനോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആദ്യമായിട്ടാണ് ഗൈസ് കഥ പുറത്തായതിന്റെ പേരിൽ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പൊട്ടിപ്പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വീണ്ടും നമ്മുടെ ക്ലൈമാക്സ് ആണ് നമ്മുടെ പ്ലോട്ട് റിവീൽ ചെയ്യുന്നത്. നമ്മുടെ സിനിമയുടെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ഭാഗമാണ്. അത് വീണ്ടും ഷൂട്ട് ചെയ്യാനും അതിന്റെ ചേഞ്ചസ് വരുത്താനും സ്വന്തം കാശിട്ടാണ് വീണ്ടും ഈ പ്രൊഡ്യൂസർ നിൽക്കുന്നത്. അത് പ്രേക്ഷകനോടുള്ള ഉത്തരവാദിത്തമാണ്. ആ പ്രേക്ഷകന് വേണ്ടിയാണ് ഞാനായാലും വേറെ ഏതൊരു നടനായാലും ഇതിലുള്ള ഏതൊരു ടെക്നീഷ്യനായാലും വർക്ക് ചെയ്യുന്നത്. കാര്യം അവരുടെ ഓണസ്റ്റ് ആയ അഭിപ്രായമാണ് നമ്മുടെ കരിയേഴ്സ് ഉണ്ടാക്കുന്നത്. എനിക്ക് അത്രേ ചോദിക്കാനേ ഉള്ളൂ. ഈ സത്യസന്ധമായി കണ്ട് നല്ലതും മോശവും പറയുന്ന പ്രേക്ഷകന് വേണ്ടി ഈ സിനിമ നമ്മൾ റീ-റിലീസ് whatever changes that's needed പ്രേക്ഷകന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്താ എങ്ങനെ പ്രേക്ഷകന് വേണ്ടി ഗൈസ് റീ എഡിറ്റ് ചെയ്യുന്നു. പ്രേക്ഷകന് വേണ്ടിയിട്ടാണ് നീയൊക്കെ ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ പടച്ചു വിടാതിരിക്കുക. അതാണ് പ്രേക്ഷകർക്ക് വേണ്ടി നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. വീട്ടിലിരിക്കടാ എന്റെ പൊന്നെണ്ണ പ്രൊഡ്യൂസറെ. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഉള്ള പൈസയും കൂടി ഇനി പോകും. ഇതിൻ്റെ അകത്ത് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇപ്പോൾ ഉണ്ടായ നഷ്ടം അത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, വേറെ നല്ല പടമായിട്ട് വരിക. പിന്നെ ഇതിനകത്ത് ഇട്ട് ഇളക്കാനാണെങ്കിൽ ഉള്ള പൈസയും കൂടെ കടലിൽ കായം കലക്കുന്ന സെറ്റപ്പ് ആയി പോകും. വെറുതെ എന്തിനാണ്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ റീ-റിലീസ് ചെയ്ത് ക്ലൈമാക്സ് മാറ്റിയെന്നും പറഞ്ഞ് ഒന്നുകൂടെ ക്ലൈമാക്സ് ഒന്നും മാറ്റിയൊന്നും വേണ്ട. ഇത് ആരും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, ഫ്രഷ് സാധനം, ആർക്കും കഥയും അറിയത്തില്ല. ആൾക്കാർ വിചാരിച്ചോളൂ ക്ലൈമാക്സ് മാറ്റിയെന്നും പറഞ്ഞ് ഇറക്കിയാൽ മതി. പുതിയ രൂപത്തിനും പുതിയ ഭാവത്തിനും അണ്ടമല്ലല്ലോ എന്തോ അട്ടഹാസം, അംഗം അട്ടഹാസം എന്നും പറഞ്ഞ് ഇറക്കിയാൽ മതി. ആരും കണ്ടിട്ടൊന്നും ഇതിന്റെ കഥയും ഒരു മണ്ണാക്കട്ട ഒരു മനുഷ്യനും അറിയത്തൊന്നുമില്ല. നിങ്ങൾ വന്ന് ചുമ്മാ ഡയലോടിക്കല്ലേ. ഇത് കഴിഞ്ഞിട്ട് മാധവ് സുരേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വീട്ടിലുള്ള ആളുകൾ എല്ലാവരും എന്ന് വെച്ചാൽ മാധവ് സുരേഷിന്റെ വീട്ടിലുള്ള ഒരു സിനിമ കണ്ടു. അതിന്റെ മറുപടി ഒന്ന് കേൾക്കാവേ. അച്ഛനും ചേട്ടനും കണ്ടിട്ടില്ല. ചേട്ടൻ ഷൂട്ടിലായിരുന്നു, അച്ഛൻ ഡൽഹിയിലായിരുന്നു. അമ്മയും അച്ഛനും ചേട്ടനും നിന്റെ ഒരു രണ്ടാമത്തെ ഒരു പടം ഇറങ്ങിയിട്ട് അച്ഛനും ചേട്ടനും കാണാതെ മോശമായി പോയി കേട്ടോ. അച്ഛന്റെ തിരക്ക് നമുക്ക് മനസ്സിലാക്കാം. ചേട്ടൻ്റെ അത്ര തിരക്ക്, ചേട്ടൻ പോലും നിന്റെ സിനിമ കാണണ്ടേ. ചേട്ടൻ ഷൂട്ടിലായിരുന്നു, അച്ഛൻ ഡൽഹിയിലായിരുന്നു. അമ്മയും ചേച്ചിമാരും പോയി കണ്ടു, അമ്മമ്മ കണ്ടു, അമ്മാവൻ. അവർക്ക് അത്യാവശ്യം ഇറ്റ്സ് എ ഗുഡ് എന്നുള്ള അഭിപ്രായമായിരുന്നു. അവരും അഗൈൻ 10 out of 10 സിനിമ ഒന്നുമില്ല, നമ്മളത് പറയുന്നില്ല. നമ്മളൊരു നല്ല സിനിമ ഇറക്കി എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അവരും അത്ര തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആരും നമ്മുടെ ഉള്ള വർക്കിനെ എക്സാജറേറ്റും ചെയ്യുന്നില്ല. പറഞ്ഞത് ശ്രദ്ധിച്ച അവരും അത്യാവശ്യം ഗുഡ്. സ്വന്തം മകന്റെ പടം ഇറങ്ങിയിട്ട് വീട്ടുകാർ തന്നെ അത്യാവശ്യം ഗുഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ നാട്ടുകാർ എന്ത് ഗുഡ് എന്നായിരിക്കും പറയാൻ പോകുന്നത്? അതിപ്പോ എന്നെയോ ആയിരിക്കില്ല, സിനിമേനെ ആയിരിക്കില്ല, അച്ഛനെ ഉന്നമിച്ചെറിയുന്ന കല്ലായിരിക്കും എനിക്ക് കൊള്ളുന്നത്. അത് again, I cannot ignore that anymore. അത് നടക്കുന്നൊരു കാര്യമാണ്. എന്തിനാണ് സ്വന്തം തന്തയുടെ തല്ലോട്ട് ഇതിന്റെ ഈ ഭാരവും കൂടെ അങ്ങനെ തല്ലോട്ടിടാൻ പോകുന്നത്? സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ പറ്റൂലേ പടം പൊട്ടിയിട്ടുണ്ടെങ്കിൽ? ഇപ്പോഴും യവൻ വന്ന് പറയുന്നത് അച്ഛനെ ഉന്നം വെച്ച് എറിയുന്ന കല്ലാണ് യവൻ വന്ന് കൊള്ളുന്നതെന്ന്. എടാ, അച്ഛനെ എറിയണമെങ്കിൽ അച്ഛനെ എറിയാം. ഇവിടെ മലയാളികൾക്ക് അത്ര ഗതികേടൊന്നുമില്ല നിന്റെ തലമണ്ടയ്ക്ക് നോക്കിയിട്ട് എറിയേണ്ടത്. ഈ മുഖത്ത് നോക്കി പറയാനുള്ള ഗട്സ് ഇവിടെ എല്ലാവർക്കും ഉണ്ട്. നിന്റെ അന്ത ഉന്നം വെക്കണോ അങ്ങനെ ഉന്നം വെക്കും. എന്തിനാ നിന്റെ ഉന്നം വെക്കേണ്ട ആവശ്യം എന്ത്? അതിന് നീ ആര് നിന്നെ ഉന്നം വെക്കാൻ വേണ്ടിയിട്ട്? നീ എന്ത് സംഭാവനയാണ് ഇവിടെ ചെയ്ത് കൂട്ടിയത് നിന്നെ ഉന്നം വെക്കാൻ? അതിന് ഉന്നം വെക്കണമെങ്കിൽ തന്നെ ഒന്നിനും നമുക്ക് തോന്നണം. യവൻ ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു മാങ്ങാണ്ടിയാണെന്ന് തോന്നണം. അത് ആർക്കും തോന്നാതെ നമ്മുടെ കുറ്റമാണോ? അങ്ങേരെന്ത് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇതിന്റെ തോൽവിയുടെ ഇതും കൂടെ അങ്ങേരുടെ തലയിലോട്ട് കെട്ടിയിട്ട് കൊടുക്കുകയാണ്. വീട്ടിൽ നിന്നും അടി, പുറത്തുനിന്നും അടി. സുരേഷണ്ണന്റെ കാര്യം ഇച്ചിരി കഷ്ടമാണ് കേട്ടാ. അത് നിന്റെ അച്ഛന്റെ പടം ഇപ്പോഴും നല്ല പടം ഇറങ്ങി കഴിഞ്ഞാൽ സ്റ്റിൽ ആളുകൾ രണ്ട് കൈയും 2 കാലും നീട്ടി സ്വീകരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് സുരേഷ് ഗോപി എന്നുള്ള നടനെ മലയാളികൾക്ക്. അങ്ങേരെന്ന് പറയുന്ന നടനോടില്ലാത്ത ഹേറ്റ്, പൊളിറ്റീഷ്യനോടുള്ള ഹേറ്റ് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ നടനോടില്ലാത്ത ഹേറ്റ് നിന്നോട് വരേണ്ട ആവശ്യമില്ല. ചുമ്മാ
ചുമ്മാ ഇത് ഇവൻ വെറും ഇല്ല റൂട്ട് തിരിച്ചു വരുമ്പോൾ വൃത്തിയായിട്ട കളി കളിച്ചോണ്ടിരിക്കണം. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പഠനം എന്താണെന്ന് അറിയോ? അറിയത്തില്ലെങ്കിൽ കണ്ടോ, അപ്പൊ കാണിച്ചു തരാം. ഒന്നുമല്ല, എൻ്റെ കരിയറിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ബെറ്റർ ആവാൻ ഒരുപാടുണ്ട്. ഇനി ഞാൻ കുറേ പഠിക്കേണ്ടതുണ്ട്. അത് ഞാൻ പഠിച്ചൊരു ബെറ്റർ ആക്ടർ ആവാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അതിലെനിക്ക് സിനിമയിലൂടെ പറ്റത്തുള്ളൂ. യവൻ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറിന്റെ 4.5 കോടി വെള്ളത്തിൽ. എടാ എന്തൊരു എക്സ്പെൻസീവ് സ്റ്റഡിയാടാ മോനെ. ഈ പ്രൊഡ്യൂസറിനെ ഊഹിച്ചിട്ട് തന്നെ നിനക്ക് സിനിമ പഠിക്കണ? എടാ നിനക്ക് പഠിക്കണമെങ്കിൽ വല്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണ. അല്ലെങ്കിൽ നിന്റെ അച്ഛനും ചേട്ടനൊക്കെ വീട്ടിലില്ലേ, അവരൊക്കെ നല്ല ആക്ടേഴ്സ് അല്ലേ, അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഗുരുകുലം പരിപാടിക്ക് നോക്കി പഠിക്കും. അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കാൻ, അഭിനയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ഗുരുക്കന്മാര് സിനിമ ഇൻഡസ്ട്രീസിലുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി പഠിക്കും. പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിച്ചിട്ട് 4.5 കോടിയൊക്കെ ചെലവാക്കിച്ചിട്ട് അയാളെ കുത്തുവാൾ എടുപ്പിക്കുന്ന തരത്തിൽ ഊമ്പിക്കുന്നത് നല്ലതല്ല മാധവേ. പണ്ട് ഫഹദ് ഫാസിലൊക്കെ ചെയ്തത് അറിയാമല്ലോ. ഒരെണ്ണം പൊട്ടി, അവൻ പോയി പഠിച്ച് കഴിവോടെ തിരിച്ചു വന്ന്, കഴിവുണ്ടെങ്കിൽ അംഗീകരിക്കും, ഇല്ലെങ്കിൽ തട്ടും. ഇനി സിനിമയുടെ ഡയറക്ടറും കോ റൈറ്ററുമായിട്ടുള്ള വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. തീർച്ചയായിട്ടും ഈ സിനിമ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ് തന്നെയാണ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടാർഗറ്റ് മാധവ് തന്നെയാണ്. മാധവ് മീൻസ് ടാർഗറ്റ് അവനെന്താ മാങ്ങാണ്ടിയാ എറിഞ്ഞിടാൻ വേണ്ടിയിട്ട്? മാധവിന്റെ അച്ഛന്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവര് സ്ക്രിപ്റ്റായിട്ടാണ് ഈ ഇതിന് വന്നത്, പ്രസ് മീറ്റിന് വന്നത്. കോക്ക് 1 ലക്ഷം രൂപ, അച്ഛന്റെ രാഷ്ട്രീയം, ഇതാണ് ഇവരുടെ സ്ക്രിപ്റ്റ്. നല്ല ഊള സ്ക്രിപ്റ്റ്. നീ ഇതുപോലെ സ്ക്രിപ്റ്റ് എടുത്തിട്ടില്ലേ പടം വെച്ചത്? ചുമ്മാ അല്ലാതെ പൊട്ടിയത്. തന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് തലേദിവസം ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അശ്വന്ത് കോക്കിന്റെ റിവ്യൂസ് പൊതുവെ കാണാറില്ല. ഞാൻ ഒരു റിവ്യൂ കാണാറില്ല. സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് അശ്വന്ത് കോക്കിനെ കൊട്ടേഷൻ പോയിട്ടുണ്ട്, ഉറപ്പായിട്ട് നിങ്ങളുടെ സിനിമയെ റിവ്യൂ എഴുതി നശിപ്പിക്കും. ഇത് അതിനകത്ത് പറഞ്ഞ വാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് കൊട്ടേഷൻ എടുത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അത്ര ബെഡ ഐറ്റം ആണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിച്ച് പറഞ്ഞതിന്റെ ഓതന്റിസിറ്റി ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. വിളിച്ച് പറഞ്ഞ ഒരാൾ എനിക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. നീ എന്താ അതിന്റെ സത്യാവസ്ഥ ചെക്ക് ചെയ്യാഞ്ഞത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും മരങ്കോടന്മാര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്. പക്ഷേ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം അശ്വന്ത് കോക്ക് റിവ്യൂ ഇട്ടിട്ടുണ്ട് പറഞ്ഞ സിനിമ കൊള്ളാമെങ്കിൽ അങ്ങനെ ഉണ്ണീസ് വ്ലോഗും റിവ്യൂ ഇട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ വേറെ പലരും ഇട്ടിട്ടുണ്ട്. പക്ഷേ അശ്വന്ത് കോക്കിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തി വൈരാഗ്യം തീർക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമയെ ഞാൻ തീർത്തേ അടങ്ങൂ എന്നുള്ള രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജും അയാളുടെ പ്രസന്റേഷനുമാണ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്തത്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ കഷ്ടപ്പെട്ട് 3 കോടി 4 കോടി രൂപ മുടക്കി സിനിമ എടുത്ത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളവിടെ സിനിമ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, തലയിൽ കത്തി വരെ കൊണ്ട് കുത്തേറ്റിട്ടുണ്ട് മാധവൻ. അപ്പോൾ ഇതെല്ലാം കഷ്ടം. തലയിൽ കത്തിയെ കൊണ്ട് കുത്ത് ഇഷ്ടപ്പെട്ടെടുത്ത പടം കേട്ടോ. ഞാൻ കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമ ഇറക്കുമ്പോൾ ഇത് പോയി ഒരു 100 രൂപ 150 രൂപ മുടക്കി ഇരുട്ടത്ത് പോയിരുന്ന് കണ്ടിട്ട് വന്ന് യൂട്യൂബ് എങ്ങനെ 100 രൂപ 150 രൂപ മുടക്കി എന്തിനാ പിച്ചയാ? നീ പിച്ചക്കാശ് എന്നിട്ട് കൂട്ടാണല്ലോ നീ പണയുന്നത്. 100 രൂപ 150 രൂപ ഇരുട്ടത്ത് പോയിരുന്ന് കണ്ടിട്ട് പിന്നെ തിയേറ്ററിൽ എവിടെ, ഏതിൽ തിയേറ്ററാണ് വിളിച്ചു വിടുന്നത്? തിയേറ്ററിൽ എല്ലാവരും കൂടെ ബൾബ് ഇട്ടിട്ടല്ലേ സിനിമ കാണുന്നത്? മറ്റേ പടച്ചില്ലേ കേട്ടാ. 100 രൂപ 150 രൂപ പോയി കൊണ്ട് കൊടുത്തുക. 100 രൂപ 150 രൂപ വെച്ചിട്ട് എന്താ പിന്നെ നാട്ടുകാർക്ക് നീ കൊടുക്കും 100 രൂപ 150 രൂപ. അവർ പോയിരുന്ന് വെളിച്ചത്തിരുന്ന് കാണിട്ട് കൂടെ വല്ലതും വിളിച്ച് പറഞ്ഞ് ഇവന്മാർക്ക് കിട്ടുന്ന 50,000 1 ലക്ഷം രൂപയായിരിക്കും യൂട്യൂബിൽ നിന്ന്. മോനെ നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല കേട്ടാ. 50,000 1 ലക്ഷം രൂപ അതൊക്കെ ചെറുത്. അതൊക്കെ ചെറിയ തുകയാണ്. ഒരു പ്രൊഡ്യൂസർ, അയാളുടെ എഫേർട്ട്, അയാളുടെ കോടികൾ, അതിനൊപ്പം വർക്ക് ചെയ്യുന്ന 100-150ഓളം പേര്, ഇവരുടെ എല്ലാം ഈ പ്രൊഡ്യൂസറിന്റെ അതിന്റെ ഒക്കെ കോടിയുള്ള ഈ നാട്ടുകാരുടെ സമയം, അവരുടെ പൈസയൊന്നും നിനക്കൊന്നും ഒരു ബാധകമില്ലേ? നീയൊക്കെ എന്ത് പട്ടിത്തീട്ടം ഉണ്ടാക്കി വിട്ടാലും അതൊക്കെ പോയിരുന്ന് നമ്മൾ കാണണ. 150 കുടുംബം നിനക്ക് ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ നമുക്ക് 150 കുടുംബം വലുത് തന്നെയാണ്. നമ്മുടെ 3 മണിക്കൂർ നമുക്ക് വലുത് തന്നെയാണ്. ഒരു ഊളപ്പടം എടുത്ത് വെച്ചിട്ട് അതിന്റെ പൊട്ടിയതിന്റെ ഉത്തരവാദിത്വം നിനക്കൊന്നും എടുക്കാൻ ഉള്ള ഗട്ട്സ് ഉറപ്പില്ലെങ്കിൽ വല്ല പണിക്കും പോന്നെ, വേറെ വല്ല പണിക്കും പോന്നെ നല്ലത്. ഞാൻ പറയുന്നുണ്ടല്ലോ, കോക്ക് പൈസ മേടിച്ചിട്ടാണ് ഇവന്റെ സിനിമ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ റിവ്യൂ, കോക്ക് മാത്രമല്ല റിവ്യൂ പറഞ്ഞത്, ഒരാളെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഇത് നല്ലത് പറയുന്നത് ഞാൻ കേട്ടില്ല. എന്തായാലും ഇവൻ പറഞ്ഞ കോക്കിന്റെ റിവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് വെക്കാം. മാധവ് സുരേഷ്, ഞങ്ങൾ ഘണ്ടകളല്ല, പക്ഷെ ഇതില് അനാഥനല്ല, സ്റ്റിൽ ഘണ്ടകളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര രസമാണ്. ബീങ് മലങ്കൽ ഫിലിംസ്, കാരണം മലങ്കൾട്ട് ഈസ് മലങ്കൾട്ട്, പ്യുവർ മലങ്കൾട്ട്. അതിലൊരു എണ്ണം പറഞ്ഞ മലങ്കൾട്ടാണിത്. ഇന്ന് ഞാൻ കണ്ട തിയേറ്ററിൽ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ വന്നത് അറിയില്ല. ടയൊക്കെ ഇട്ട കുറച്ച് പിള്ളേർ, ചെറിയ പിള്ളേർ. അപ്പോൾ അവർ റോ മൊത്തം ഇരുന്നിട്ട് അവരങ്ങ് അർമാദിച്ചു. പണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ പടം കാണാൻ വന്നില്ലേ, അതുപോലെ. കാരണം അവർ പ്ലാൻഡ് ആയിട്ട് ഇത് മാധവ് സുരേഷിന്റെ സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അനാഥറുള്ള ഗുഡ്ഢകളാണെന്നുള്ളൊരു സാധനം എക്സ്പെക്ട് ചെയ്ത് വന്ന് ആ എക്സ്പെക്ടേഷൻസ് കംപ്ലീറ്റ്ലി മീറ്റ് ചെയ്ത് they was so happy. I was also so happy. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മലങ്കൾട്ട് സാധനം. സോ അങ്ങനെയുള്ളവർക്ക് ഈ പടം കാണാൻ പോകാം, നല്ലതാ പറഞ്ഞത്. പണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ ആ ഒരു രീതിയിലൊക്കെ ഇറങ്ങിയാൽ പോരായിരുന്നു. വരൂ, അവരാധിക്കൂ, പോകൂ, ആ ഒരു രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ 4 പേരോട് അധികം കയറിയേനെ. അപ്പൊ അതിനകത്ത്
ഇവൻ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആര് മാധവ് സുരേഷ് ഓരിട്ട വരയുടെ പുറത്ത് കയറിയിരിക്കുന്ന നട്ടുച്ചയ്ക്ക് പൊരി വെയിലത്ത് ചൂട്ടും കത്തിച്ചിട്ട് മറ്റേ KGF സീനാണെന്ന് തോന്നുന്നു റെഫറൻസ്. മറ്റേ റോക്കി ബായി മറ്റേ ഗണ്ണ് വെച്ചതിന് ശേഷം പഴുത്ത ഗണ്ണിന്റെ മുകളിൽ സിഗരറ്റ് കത്തിക്കണ്ടല്ലോ, ചൂട്ടും കത്തിച്ച് പുരപ്പുറത്ത് കയറിയിരിക്കവൻ. ഇവനെ കണ്ടാ ചിരി വരൂലേ, എന്ത് അത് മാധവ് സുരേഷ്. എന്നിട്ട് ഇവനിങ്ങനെ ഇത് കത്തിച്ചിട്ട് ഇവനിങ്ങനെ ചാടുക താഴേക്ക്. എന്നിട്ട് വാടാ, ഇത് ലൂസിഫർ ലാലായിട്ടുണ്ടോ ഫ്രണ്ട്സ്, വാടാ. എന്നിട്ട് ഇവന്റെ ഫൈറ്റാ. അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ മുറുക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. എന്നാ വായിൽ മൊത്തം മുറുക്കാനാ. വെറുതെ ഇങ്ങനെ ഇടിക്കുമ്പോ ഇങ്ങനെ ഒരു ലോഡ് ഇങ്ങനെ മുറുക്കാൻ പുറത്തേക്ക് തുപ്പ. ഇതാണെന്ന് തോന്നുന്നു ഇവന്മാര് പറഞ്ഞ ക്ലൈമാക്സ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞത്, മുറുക്കാൻ തുപ്പുന്നത് നട്ടുച്ചയ്ക്ക് ഓടിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടുള്ള മാസ്. ഇതൊക്കെ കണ്ട ആൾക്കാർ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത്. അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ എല്ലാം ഇതേ സ്റ്റൈല് തന്നെയാണ്. അത് ഇന്ന സിനിമയുണ്ട് സ്റ്റൈലൊന്നും മാറ്റി പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാത്തിനും ഒരേ സ്റ്റൈലിൽ തന്നെയാണ് പുള്ളി റിവ്യൂ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയെ പറ്റി അശ്വന്ത് ഗോക്കൊന്നും അധികം ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ ഒരു ലെവലിലോട്ടൊന്നും ഇതിന്റെ റിവ്യൂ ഒന്നും വന്നിട്ടില്ല. ഇതിനെ വലിച്ചു കയറി ഒട്ടിച്ചത് മറ്റേ ലെൻസ്മാൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ റിവ്യൂ ആണ് എന്റെ പൊന്നെ ചിരിച്ച് ഉപ്പാട് വന്നു. ഈ സിനിമയുടെ റിവ്യൂ കണ്ടതിൽ വെച്ചിട്ട് കൊല വിളിച്ചു വിട്ട ഐറ്റം അങ്ങേരുടെയാണ്. അധികം ആൾക്കാർ അത് കാണാനുള്ള വഴിയില്ല, എന്നാലും ഞാനായിട്ടത് കാണിക്കാം. അംഗം അട്ടഹാസം എന്ന പുതിയ മലയാള സിനിമയുടെ സംവിധായകനായിട്ടുള്ള സുജിത് എസ് നായർ പറഞ്ഞിട്ടുള്ളത് തന്റെ കഴിഞ്ഞ 15 കൊല്ലത്തെ തപസ്സാണ് ഈ സിനിമ എന്നാണ്. പുള്ളി സിനിമകളൊന്നും കാണാതെ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് തപസ് ചെയ്യുകയാണ് എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുന്നേ കണ്ടിരുന്ന പല പരിപാടികളും വീണ്ടും കാണാൻ സാധിക്കുന്ന ഒരു പടമാണ് അംഗം അട്ടഹാസം. സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സാങ്കേതികപരമായി അത് രണ്ടാം പകുതിയിൽ വരുന്ന വയലൻസ് കാരണമാണെങ്കിലും ഈ സിനിമ കണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി അവർ പൊതുജന താല്പര്യാർത്ഥം അങ്ങനെ ചെയ്തതാണ് എന്നൊരു റൂമർ വന്നാൽ അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. നായകനായിട്ടുള്ള മാധവ് സുരേഷ് സഹനിർമ്മാതാവ് കൂടിയായിട്ടുള്ള ഈ സിനിമ വളരെ വ്യത്യസ്തമായ അനുഭവം തരുന്ന പടമാണ്. അതായത് മാസായിട്ടുള്ള ഒരു ഫൈറ്റ് കഴിഞ്ഞ് ഇന്റർവെൽ ബ്ലോക്ക് വന്ന് തിയേറ്ററിലെ ലൈറ്റുകൾ തെളിയുമ്പോൾ പരസ്പരം അറിയാത്ത പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഊറിച്ചിരിക്കുന്ന കാഴ്ച എപ്പോഴും ഒന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റില്ല. മാധവ് സുരേഷിന്റെ നിലവിലെ അഭിനയത്തിന്റെ ഒരു ലെവൽ അറിഞ്ഞിട്ട് പോലും അയാളെ ട്രിവാൻഡ്രം സിറ്റി ഭരിക്കുന്ന മാഫിയ തലവനൊക്കെ ആയിട്ട് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പടമാണിത്. ഈ പടം തിരുവനന്തപുരം ജില്ലയിലെ യഥാർത്ഥ ഗുണ്ടകൾ ആരും കാണരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. പടം കണ്ട് അവർ ട്രിഗറായിട്ട് ആ സിറ്റിയുടെ ക്രമസമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കമ്മീഷണറും മറ്റു ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരും ഉള്ള ഒരു ഹൈ ലെവൽ മീറ്റിംഗിൽ അജയ് എന്ന മാധവ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ആർക്കും തൊടാൻ പറ്റാത്ത ഭീകരനാണ് എന്നൊക്കെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്ന സീന് ചിരിയടക്കി കണ്ടു തീർക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചാലഞ്ചാണ്. ഇതിന്റെ ഇടയിൽ സ്വാഗർ എന്ന് മാധവ് സുരേഷ് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ള കുറെ സാധനങ്ങളും പ്രേക്ഷകർ കണ്ടു സഹിക്കണം. നിലവാരം കുറഞ്ഞ ഒരു ആൽബത്തിന്റെ ക്വാളിറ്റി മാത്രമേ പാട്ടുകൾക്കുള്ളൂ. ക്ലീഷേ കുറയ്ക്കണമെന്നൊരു പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ ChatGPT പോലും ഇതിലും മികച്ച ഡയലോഗുകൾ എഴുതി തരും. മാധവ് സുരേഷ് സിനിമകളെ കാണുന്നത് റീലുകൾ എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എന്നാണ് തോന്നുന്നത്. സംവിധായകൻ പുള്ളിക്കുള്ള ഡയലോഗുകൾ സാമാന്യം നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് രക്ഷാദൗത്യം സീനിയർമാരായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയ്ക്കും സൈജു കുറുപ്പിനുമാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴൊക്കെ ഒരു സാധാരണ ഡയലോഗ് പറയാനുള്ള അവസരം കിട്ടിയാൽ പോലും അതിനെല്ലാം അനാവശ്യമായ ഒരു വെയിറ്റ് ഇടാൻ മാധവ് ശ്രമിക്കുന്നുണ്ട്. അത് അയാളുടെ പെർഫോമൻസിനെ കോമഡിയാക്കി മാറ്റുകയാണ്. ചുമ്മാ നടക്കുകയും മുരളുകയും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിക്ക് കുറെ സമയത്തിന് ശേഷം രണ്ടാം പകുതിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന സീനിൽ ലേശം ഡയലോഗ് കൊടുക്കുന്നുണ്ട്. ദൈവം നീതി നടപ്പാക്കാൻ പറഞ്ഞുവിട്ട ദൂതനാണ് താൻ എന്ന ലെവലിലുള്ള മാധവിന്റെ ഡയലോഗ് കേട്ടിട്ട് ഞാനടക്കം വരുന്ന 4-3-7 പേർ തിയേറ്ററിൽ ഉറക്കെ ചിരിച്ചു. മാധവ് ഡയലോഗ് പറയുമ്പോൾ കൂടെയുള്ള നടന്മാരുടെ റിയാക്ഷൻ ഷോട്ടിലേക്ക് പോയി പെർഫോമൻസ് രക്ഷിച്ചെടുക്കാൻ എഡിറ്റർ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു പയ്യൻ ഗുണ്ടാ നേതാവാകുന്ന വയലന്റ് ആക്ഷൻ സിനിമയായിരിക്കും. പക്ഷേ നിങ്ങളുടെ 3-4 കൂട്ടുകാരെയും കൊണ്ട് ഈ പടത്തിന് പോയി കഴിഞ്ഞാൽ മറക്കാനാവാത്ത ഒരു കോമഡി എന്റർടൈനർ കണ്ട ഒരു പ്രതീതിയായിരിക്കും. ഇതിന്റെ നിർമ്മാതാക്കളോട് എനിക്കുള്ള ഒരു റെക്കമെൻഡേഷൻ, നിലവിലെ OTT സാഹചര്യത്തിൽ ഈ പടവും കൊണ്ട് OTT പ്ലാറ്റ്ഫോമുകളിൽ പോകുന്നതിനേക്കാൾ നല്ലത് മലയാളത്തിലെ റോസ്റ്റ് ചാനലുകളുമായിട്ട് ഒരു റവന്യൂ ഷെയറിംഗ് കരാറിൽ ഏർപ്പെടുന്നതാകും. ഇമാതിരി അപരാധമാണ് നിങ്ങൾ പടച്ചു വെച്ചേക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് മെയിൻ നടൻ മാധവ് സുരേഷ് ഒരൊറ്റ ഡയലോഗ് പോലും പറയുന്നില്ല. അത് മനഃപൂർവ്വമാണ് ആ ട്രെയിലറിനകത്ത് വരെ ഇവന്റെ ഡയലോഗ്സ് ഉൾപ്പെടുത്താതിരുന്നത്. കാര്യം ഇവൻ വാറുന്ന ഡയലോഗ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ട്രോളാവും. പിന്നെ ആ പടം കാണാൻ വേണ്ടി ഒരു മനുഷ്യന്മാർ പോലും പോകില്ല. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം പറയുന്നുണ്ട്, 4-3-7 പേരായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നതെന്ന്. അത് നമ്മുടെ ഡയറക്ടർ ശരിവെക്കുന്നുണ്ട്. അത്രയും ടാർഗറ്റഡ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും തിയേറ്ററുകളിൽ പോയി ഞങ്ങളോട് വർക്ക് ചെയ്യുന്നവർ തന്നെ പലയിടത്തും കുടുംബക്കാരെല്ലാം കൂടി തിയേറ്ററിൽ പോയി 12 പേരുണ്ടായിട്ടും ഷോ കാണിക്കാത്ത അവസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിന്റെ അജണ്ടയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തിയേറ്ററുകളിൽ പോകുമ്പോൾ ഷോ പോലും പണ്ടേ പറയുന്നത് 6 അതും കോക്കിന്റെ തലയിലാന്നോടെ പേരിൽ കൂടുതലാണെങ്കിൽ ഷോ കളിച്ചുകൊണ്ടിരുന്ന സാർ 12 പേരുണ്ടായിരുന്നിട്ടും അവർ വീണ്ടും ടിക്കറ്റ് അവരെടുക്കാമെന്ന് പറഞ്ഞു. കൊട്ടാരക്കര ഒരു തിയേറ്ററിൽ നടന്ന സംഭവമാണ്. നമ്മുടെ വിക്കി എന്ന് പറയുന്ന അഭിനയിച്ചുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ സിനിമയാണ് പോയത്. അവിടുത്തെ സമയത്ത് തിയേറ്ററിൽ ഷോ പോലും കാണിച്ചിട്ടില്ല. അപ്പോൾ അത്രയും ടാർഗറ്റഡ് ആയിട്ട് ഈ ഒരു സിനിമ, ഇതിന് മുമ്പ് സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടില്ലേ.
എവന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു 150 പേര് പോയപ്പോ അവര് ഷോ കാണിച്ചില്ലെന്ന്. എടാ 12 പേരുടെ പോയത്, അവർക്ക് കറണ്ട് ചാർജ് പോലും മുതലാവുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പറഞ്ഞു വിട്ടത്. അതീ പോയ 12 പേര് ആരാണ്? സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്ത ആളുകൾ. പുറത്തുനിന്ന് ഒരൊറ്റ കുഞ്ഞു പോലും പടം കാണാൻ വന്നിട്ടില്ല. അതിൽ നിന്ന് നിനക്കൊക്കെ കാര്യം മനസ്സിലായിക്കൂടെ? ഒരു 10 പേരെങ്കിലും സിനിമ കണ്ട് നല്ലത് പറഞ്ഞിരുന്നെങ്കിൽ മറ്റൊരു 10 പേര് ആ സിനിമ കാണാൻ തിയേറ്ററിലോട്ട് എത്തിയേനെ. അതുപോലും ഇല്ല. എന്നിട്ടാണ് വന്നിരുന്നിട്ട് കൊണയ്ക്കണം. ഇനി നമുക്ക് കോക്കിന്റെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. ഇന്നലെ രാത്രിയിൽ കോക്കിട്ട വീഡിയോ, എനിക്കതിന്റെ അഭിപ്രായം ഒന്നും പറയാനില്ല. നിങ്ങൾ ഇരിക്കുക, കാണുക, എൻജോയ് ചെയ്യുക, എനിക്കതേ പറയാനുള്ളൂ. ഒഞ്ചാതി വീഡിയോ നിങ്ങളൊന്ന് കാണുക. പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഏത്? ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന്? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടോ, തീട്ടപ്പടം ഓൺ റെക്കോർഡും പറയാം. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരത്തിനറിയാം. അണ്ണൻ അടിച്ച് കിണ്ടിയായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇമാതിരി അവന്മാർക്ക് റിപ്ലൈ കൊടുക്കാൻ രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പറയുവാണേ, ഈ മാനിനിരുന്ന് പറയുവാണ് 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ ഐ ഹാവ് ഓൾറെഡി ടോക്ക് വിത്ത് മൈ അഡ്വക്കേറ്റ്. പോണോണ്ണ കേസ് കൊടുക്കണോ ഉമ്മർക്കൊക്കെ എതിരെ? പിന്നല്ലാതെ ഹൈക്കോടതി അഡ്വക്കേറ്റ്, എൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട് അവിടെ, മൈ പേഴ്സണൽ ബ്രോ അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണ്, കേസ് ഫയൽ ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. ഞാൻ വയലൻ്റ് അല്ല, ഞാനൊന്ന് ഹൈ കൊടുത്താം. എന്റെ പൊന്നി, ഇതെപ്പ കെട്ടിച്ചിരിക്കും. ഞാൻ വയലന്റ് ആയതല്ല, ഞാനൊന്ന് ഹൈ കൊടുത്തതാ. ഇതെന്ത് അമ്പിയാ, അന്യനാ? എന്റെ പൊന്നെ, തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനായിട്ട് ബന്ധപ്പെടുന്നതെന്ന്. എന്റെ ഏത് ആൾക്കാരടാ? പണ്ടിക്കരിമ്പ എന്താ പോരെ പണ്ടിക്കരിമ്പാറ എന്റെ ഏത് ആൾക്കാരെ? എനിക്ക് ഏത് ആൾക്കാരെ? ഞാൻ തനിയാൾ. എന്റെ ഏത് ആൾക്കാരെ? പട്ടികളെ ഞാൻ പറയുന്നേ, കോമന്റ്സ് ഇടുന്ന പട്ടികളെ. ഞാൻ എന്താണ് ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതിരടിക്ക് പൈസ വാങ്ങിച്ച്, സൈല അനന്തൂരിന്റെ പൈസ വാങ്ങിച്ച്. സൈലത്തിന് അനന്തൂരിനെ എനിക്കറിയാം, അനന്തൂർ എന്നെ അറിയാം. ഞാൻ പൈസ എനിക്ക് എത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. അത്രയും പൈസ വാങ്ങിച്ചിട്ട് എന്ത് കാണിക്കാനാ ദരിദ്രവാസികളെ നിങ്ങൾക്ക് തോന്നുന്നതാ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോക്ക് പൈസ വാങ്ങിയെന്നും പറഞ്ഞിട്ട് കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരാറുണ്ട്. ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ പൈസ കിട്ടും. ഫേസ്ബുക്കിൽ റീലൊന്നും ഇടുന്നതിനേക്കാൾ കൂടുതൽ പൈസ പോസ്റ്റ് ഇടുമ്പോൾ കിട്ടാറുണ്ട്. അത്യാവശ്യം റീച്ചൊക്കെ പോയി കഴിഞ്ഞാൽ $2-3-4 വെച്ചിട്ട് കിട്ടും. അപ്പൊ നിലവിൽ ഇപ്പൊ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതാണ് ലാഭം. പോസ്റ്റ് ഇടുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതി എന്ത് തോന്നിയ ദിവസം കിട്ടാൻ മതി, മുഖം കാണിച്ചു വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായ? അപ്പൊ ലാസ്റ്റ് ആയിട്ട് അതിരടി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് പുള്ളി അതിന് പോസിറ്റീവ് ആണ് പറഞ്ഞത്. പക്ഷെ അതിന് മൊത്തത്തിലൊരു മിക്സഡ് റിവ്യൂ ആയിരുന്നു. ഈ സൈലത്തിൽ അനന്തുവാണ് അതിന്റെ പ്രൊഡ്യൂസർ. പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇവർ റിവ്യൂ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. ഇമാതിരി അപരാധങ്ങൾ മൊത്തം കടന്ന് കറങ്ങുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. പിന്നെ അവിടുന്ന് അത് എസ്കലേറ്റ് ചെയ്ത് യൂട്യൂബിലെ കമന്റ് സെക്ഷനിലോട്ട് വരും. ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട ആക്ച്വലി നടക്കുന്നുണ്ട്. ഇത് കുറെ പോസ്റ്റുകൾ ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ വ്യക്തിക്കെതിരെ, ഒരാൾക്കെതിരെ വരുമ്പോൾ കാണുന്ന ആളുകൾ വിചാരിക്കും, ഓക്കെ ഇവൻ പൈസ മേടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, എല്ലാവരും നടുവ് തന്നെയാണല്ലോ പറയുന്നത്. ഈ അംഗം അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഐ ആം ചാലഞ്ചിങ് യു, മൈ അഡ്വക്കേറ്റ് ഈസ് ആഫ്റ്റർ യു. ഞാൻ വെല്ലുവിളിക്കാണ്. നീ ഇന്ന് എടാ താടി വെച്ച അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എയ്റ്റിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ പോയി വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ച് പറയടാ. തെളിവ് കാണിച്ച് പറ. ഞാനിന്ന് 10 പൈസ ഒരു മനുഷ്യടുത്ത് ഞാനുണ്ടല്ലോ ഒരാടുന്ന് ഒരു കാലിച്ച വാങ്ങിച്ചു കുടിക്കാത്ത ഒരാളെ ഞാൻ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം. മനസ്സിലായോ? സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയുന്നത്. സിനിമാക്കാർ പട്ടികളെ. ന്യൂസ് 18 ചാനലിലെ ആൾക്കാരെ വെല്ലുവിളിക്കുന്നത്. ഒരു തെളിവ്, ഒരു ട്രാൻസാക്ഷൻ. പിന്നെ മോന്ത കോഞ്ഞാട്ടെ ഒരുത്തൻ വേറെ അങ്ങനത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ വീഡിയോ ചെയ്തോട്ടെ, അതെനിക്ക് വിഷയമല്ല. ഡോളേഴ്സ് കിട്ടാൻ വേണ്ടിട്ട് ഫേസ്ബുക്കിലിടുന്ന പാവം പിള്ളേർ, പെട്രോൾ അടിക്കാനും മറ്റേ അയ്യോ അപ്പാവികൾ സൊമാറ്റോയിലും സ്വിഗ്ഗിയിൽ പണിയെടുക്കുന്ന പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഡോളറാക്കി ഇട്ടോടുത്ത് എൻ്റെ $3-8 ആയിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. പക്ഷേ ഞാൻ പറയുന്ന ഹാവ് ടോക്ക് വിത്ത് മൈ അഡ്വക്കേറ്റ്
ഫ്രം ഹൈക്കോർട്ട്. നീ അഡ്വക്കേറ്റല്ലേ പറയുന്നേ, എന്റെ പ്രൊഡ്യൂസർ മത്തായിനെ വിട്ടേക്ക്. ഏതോ മത്തായി യൂസിലുള്ള അംഗം അട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടെ നാടാ, നിനക്ക് എവിടെ നാടാ വീട്ടിൽ അണ്ണാ എന്തൊക്കെ താഴെ പോയണ്ട അണ്ണാ. ഞാൻ പൈസ വാങ്ങിച്ചത്? എവിടെയാണ് പൈസ വാങ്ങിച്ചത്? പറയടാ മാധവ് സുരേഷ്, തെളിവ് കാണിക്കടാ, തെളിവ് കാണിക്ക്. നീ ഞാനൊക്കെ ഒരേ കേരളത്തിൽ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാ. നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്, പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ. നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. സീരിയസ്ലി ടൈഗർ, ഇദ്ദേഹം തിരിച്ചു പോലെ ടൈഗർ അത് സുരേഷ് ഗോപിയുടെ എനിക്കൊന്ന് ഏറ്റവും അവസാനം കണ്ട ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്ത പടം ടൈഗറാ. അതിനുശേഷം പിന്നൊരു ഫസ്റ്റ് കൊണ്ട് ഞാൻ ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉൾപ്പെടാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചലഞ്ച് യു, ഐ ഡെയർ യു, ഐ ഡബിൾ ഡെയർ യു. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. ഈ റിവ്യൂടല് ഈ സോഷ്യൽ മീഡിയ നിർത്തിയിട്ട് ഞാൻ മറ്റേ VD സതീശൻ പണ്ട് പറഞ്ഞ പോലെ വനവാസത്തിന് പോകും. ഞാൻ കളിക്കുന്നുള്ള നീയൊക്കെ. ഞാനൊക്കെ ഇത്ര ഇവിടെ ഹൈഡ്രോളിക് ഞാനൊക്കെ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒക്കെ മാന്യത ഉണ്ടായിരുന്നു. ഹൈഡ്രോളിക് ആൺകുട്ടിയായിരുന്നു. ഇതുപോലെ അനാവശ്യ സാധനം വലിച്ചടിച്ചിട്ടില്ല. ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞ ഊമ വന്നിട്ടില്ല. ആടാ പൈസ വാങ്ങിയത് കാണിക്കടാ. കേരള പോലീസ് എന്ന് ഊമ നിൽക്കോ. എന്നെ ACP ക്വസ്റ്റ്യൻ ചെയ്യടാ. ACP റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എറണാകുളം എന്നെ 24 hour ക്വസ്റ്റ്യൻ ചെയ്താ. കേരള പോലീസൊക്കെ മണ്ടന്മാരാ. ഞാൻ കാശ് വാങ്ങി ഊമെന്ന് കൊടുത്താണ് എന്നെ പിടിച്ച് ചെയ്തിട്ടുണ്ടാവൂലേ. കളിക്കാൻ നിൽക്കണോടാ പട്ടികളെ. പിന്നെ കമന്റ്സ് ഇടുന്ന ആൾക്കാരോട് ഇതാണ് ശാന്തത പറഞ്ഞിട്ടും ഇതുണ്ട്. ഗുരുചരണം അതൊന്നുകൂടെ തീർക്കാം. ഒരു കുഴപ്പമില്ല. നിങ്ങൾ കമന്റ്സ് ഇട്ടോ. ദ മോർ കമന്റ്സ് ദ മോർ ഡോളേഴ്സ്. അതാണ് ഈ വിഷയമില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് എടാ താടി, കള്ളത്താടി, പരട്ടത്താടി, നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടാ. നീ എത്ര കോടീശ്വരനായി കഴിഞ്ഞാൽ നീ മറ്റേ കൊമ്പത്തിരി നീ 4.5 കോടി നിനക്ക് നാണല്ലടാ. 4.5 കോടി ഈ മറ്റേ മാധവ് സുരേഷിനെ വെച്ചിട്ട് 4.5 കോടി മുടക്കിയെന്ന്. അരെ നട്ടോർ വാട്ട്. എന്നിട്ട് ഇത് റീഷൂട്ട് ചെയ്യുമ്പോഴാണ് എന്തോ ഉണ്ണിയാണെങ്കിൽ തോന്നില്ല ഏതോ ഒരാള് ഇതിന്റെ ക്ലൈമാക്സ് വെളിപ്പെടുത്താം. എടോ നിന്റെ 1 ലക്ഷം ഉറുപ്പ്യ നീ കേരളത്തിലെ എല്ലാ പ്രഷറും കൊടുക്കും. ഒരാൾ പോലും പടം കാണൂല. എടോ 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ പോലും ഒരാൾ ഈ പടം കാണാൻ ടോർച്ചർ കണ്ടുപിടിക്കാൻ മനുഷ്യൻ താല്പര്യമില്ല. മനുഷ്യൻ അണ്ണാ 2 അടിച്ചിട്ട് ഇരുത്തോട്ട് റിവ്യൂ ചെയ്താൽ മതി. ഇതാണ് വൈബ്. ഇത് ഭയങ്കര വൈബ് കേട്ടോ. ഭയങ്കര എന്റർടൈൻമെന്റാ. സംഭവം സീരിയസ് മുട്ടൻ കോമഡി ആയിട്ടുണ്ട്. ഇത് എപ്പോ കണ്ടാലും ചിരി വരുമെന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ മറുപടി താടിക്കാരും പ്രൊഡ്യൂസറിനും സുരേഷ് അണ്ണന്റെ മോൻ മാധവിനും കിട്ടാൻ നിനക്കൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോടെ. നീയൊക്കെ ആദ്യം പറഞ്ഞ അലിഗേഷൻ തെളിയിക്ക്, എന്നിട്ട് വന്നിരുന്നു കൊണക്ക്. ഈ കാര്യത്തിൽ കോക്കണ്ണനോടൊപ്പം ഹാഷ്ടാഗ്. പിന്നെ നീ എന്താ തേങ്ങ പറയുന്നത്? ഒരു ശൂലി വേടാ പട്ടി. ഞാൻ പറയണേ മരപ്പട്ടി. ഞാൻ പറയണേ നിനക്ക് ഇത്തിരി കൂട്ടി പറഞ്ഞൂടെ? 1 ലക്ഷം ഉറുപ്പ്യ നീ പറയുന്നേ. അതിനിടയ്ക്ക് ഏതോ ഒരു വേറെടുത്ത് പറഞ്ഞത് 12 ലക്ഷമാണ്. ഒരു 15 ലക്ഷമൊക്കെ പറഞ്ഞ മാന്യതയുണ്ട്. ഇത്രയും ദരിദ്രവാസം ഞാൻ 1 ലക്ഷം ഉലുവയ്ക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം ഉലുവെന്ന് ഞാൻ പറയുന്നേ. എടാ ഗൂഗിൾ എത്ര പൈസ വരുന്ന നീ ചോദിച്ചു നോക്ക്. ഗൂഗിളിൽ കളിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക്. എൻ്റെ ലാസ്റ്റ് 5 റിവ്യൂ റീച്ച് നോക്ക്. ലാസ്റ്റ് 5 റിവ്യൂണ്ട് എവളോ 5 റിവ്യൂ റീച്ച് നോക്ക്. ആ റീച്ച് വെച്ചിട്ട് എനിക്ക് എത്ര ഡോളേഴ്സ് കിട്ടുമെന്ന് ഇതിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. നിന്റെ 1 ലക്ഷം ഉലുവയാ വർത്താനം പറയുന്നു. ഒരു യൂട്യൂബർക്ക്, അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബർക്ക് എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു വിധപ്പെട്ട ആർക്കും വലിയ ധാരണയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന പൈസ ആയിരിക്കത്തില്ല അശ്വന്ത് കോക്കിന് കിട്ടുന്നത്. അശ്വന്ത് കോക്കിന് കിട്ടുന്ന പൈസ ആയിരിക്കത്തില്ല വ്ളോഗ് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലും കിട്ടുന്നത്. ഇത് കോണ്ടന്റ് അനുസരിച്ചിട്ട്, കാണുന്ന ആളുകളുടെ സ്ഥലം അനുസരിച്ചിട്ട്, രാജ്യങ്ങൾ അനുസരിച്ചിട്ട് ഇതെല്ലാം മാറും. എന്നാൽ ഈ അശ്വന്ത് കോക്കിന്റെ വ്യൂവർഷിപ്പ് കണ്ടിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉള്ളവന് ഈ 1 ലക്ഷം രൂപയുടെ കണക്കും പറഞ്ഞുകൊണ്ട് വരത്തില്ലായിരുന്നു. അവിടെ തന്നെ പാളി. എടാ കേരളത്തിൽ വേറെ ഏതെങ്കിലും പണിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് കിട്ടുന്നുണ്ട്. അത് ആദ്യം നീയൊക്കെ ഒന്ന് മനസ്സിലാക്ക്. അതിൽ പെടുന്ന ഒരുത്തനാണ് കോക്ക്. പുള്ളിയുടെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്ക്. മിനിമം 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ ഉണ്ട്. നല്ല മോഹൻലാലിന്റെ ഒക്കെ പടമാണെങ്കിൽ 8-10 ലക്ഷം കാണും ആൾക്കാർ. എനിക്ക് തന്നെ ഓരോരുത്തന്മാരുടെയൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ വന്നിട്ടുണ്ട്. അതറിയോ? ലക്ഷങ്ങൾ മേടിച്ച് പോക്കരിയിട്ടുണ്ട്. നമുക്ക് വേണം വീഡിയോ ചെയ്യാം. ഒരു കുഞ്ഞും അറിയത്തില്ല.
അക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനാണോ പാട്? പക്ഷെ ഞാൻ മേടിക്കൂല. ഞാൻ ആ പൈസയേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ക്രെഡിബിലിറ്റിക്ക് ഞാൻ വില കൽപ്പിച്ചിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നമ്മൾ 1 രൂപ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നാളെ അവൻ വന്നിട്ട് പറയുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ അവൻ മേടിച്ചെന്ന്. എനിക്കത് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പിന്നെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, നീയൊക്കെ തെളിയിക്ക്, ഞാൻ 1 രൂപയെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച നീയൊക്കെ വന്ന് തെളിയിക്ക് എന്നിങ്ങനെ നട്ടല് നിവർത്തി വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ആ കോൺഫിഡൻസ് എനിക്ക് കാണത്തില്ല ആരുടെ കയ്യിൽ ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ. എൻ്റെ ധ്യാൻകുട്ടൻ ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അണ്ണാ കരയല്ല അണ്ണാ, അണ്ണൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാ, പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എടാ നിന്റെ പരട്ട സിനിമയിലടാ എന്താ അട്ടാസം. എടാ ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ബിക്കോസ് മനസ്സിലായോ? വലിയ വ്യത്യാസമുണ്ട് മോനെ. എടാ മാധവേ പട്ടി, ഞാൻ പറയുന്നേ, നീ എനിക്ക് കേസ് കൊടുത്തോട്ട് എന്റെ അടുത്തൊക്കെ സംസാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നേ. പിന്നെ ഈ താടിക്കാരൻ, എടാ താടിക്കാരാ, നിന്റെ പേര് പോലും കയറില്ല. ചിലപ്പോൾ റിവ്യൂല് നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എടാ താടിക്കാരാ, നിന്റെ പറയുന്നേ, നീ പറഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ നിന്റെ അടുത്ത്, എടാ പട്ടി മാറപ്പട്ടി, നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയടാ ഞാൻ. അത്രയ്ക്ക് അതപ്പച്ചാണ് നിന്റെ 1 ലക്ഷം. പോടാ 1 ലക്ഷം ഉലുവ 1 ലക്ഷം നിന്നോട് ചോദിച്ചു. നീ ഒരു 10 ലക്ഷം 15 ലക്ഷം പറഞ്ഞാല് that was fine. 1 ലക്ഷം പറഞ്ഞാല് that was fine. 1 ലക്ഷം ഉലുവ നിന്നോട് ചോദിച്ചെന്ന് പരമനാറി. എടാ എന്റെ വർത്താനം ഇതൊന്നുമല്ല. കേരളത്തിൽ FFC തുടങ്ങിയ ആളുടെ പേരാണ് അശ്വന്ത് കോക്ക്. മനസ്സിലായോ? വല്ലാണ്ട് ഊമ്പണ്ട, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പൊ ഇതാണ് സംഭവം. എല്ലാത്തിനും വയറ് നിറയെ കിട്ടിയല്ലോ, സന്തോഷമായല്ലോ, സമാധാനമായല്ലോ. ഇതിനേക്കാളും നല്ലൊരു പ്രൊമോഷൻ നിന്റെ സിനിമയ്ക്ക് ഇനി കിട്ടാനില്ല. മാധവേ സുഖമായില്ലേടാ, സന്തോഷമായില്ലോ, നിനക്ക് സമാധാനമായില്ലോ. ഇനി എന്തോ വേണം? ഇതിനെക്കൂടെ ഒന്നും കിട്ടാനില്ലല്ലോ. വലിച്ചേറി ഒട്ടിച്ചങ്ങ് വിട്ടില്ലേ, വായിരിക്കുന്ന മൊത്തം കേട്ടില്ലേ. 50 ചാനലുകളെ വിളിച്ചിരുത്തി പ്രസ് മീറ്റ് കൊടുത്തതിനേക്കാൾ ഇമ്പാക്ട് ഈ ഒരൊറ്റ വീഡിയോയ്ക്ക് പുള്ളിയുടെ ചാനൽ ഇട്ടനുണ്ടായി. അടിച്ച് അണ്ണാക്കി കൊടുത്തു. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. ഈ ഒരു കാര്യത്തിൽ കോക്കണ്ണനോടൊപ്പം അത്രയേ ഉള്ളൂ. ബൈ.